ചെറുതാണെങ്കിൽ പോലും അത് അച്ചീവ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് തോന്നും. ഒരു പക്ഷേ അവർക്ക് നീറ്റിന്റെ സീരിയസ്നെസ് ഒന്നും അറിയുന്നുണ്ടാവില്ല. നീറ്റ് ഇസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് യുവർ ജേർണി. നിങ്ങളുടെ ലൈഫിൽ ചെറിയൊരു ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയും നമുക്ക് മുന്നോട്ട് കുറേ സഞ്ചരിക്കാനുണ്ട്. കുറേ ചാപ്റ്റേഴ്സ് ഒരു ദിവസം തീർക്കുന്നതല്ല കാര്യം. തീർക്കുന്ന കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് നോക്കുക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഫീലിംഗ് എക്സോസ്റ്റഡ്, അൺമോട്ടിവേറ്റഡ് ആൻഡ് ലൈക്ക് ഗിവിംഗ് അപ്പ്. നീറ്റ് പ്രിപ്പറേഷൻ ഇസ് ടഫ് ആൻഡ് ബേൺ ഔട്ട് ഇസ് റിയൽ. ഒരു നീറ്റ് ആസ്പിരൻ്റ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ ചുറ്റും ഇമോഷണലി, ഫിസിക്കലി ആൻഡ് മെൻ്റലി എക്സോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും. നിങ്ങളൊരു പക്ഷേ നിങ്ങളിൽ നിന്ന് ആൾക്കാർ ഓവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രൊക്രാസ്റ്റിനേറ്റും ചെയ്യുന്നുണ്ടാവും. ഇഫ് യു ആർ ലൈക്ക് ദിസ്, ദെറ്റ് വാച്ച് ദിസ് വീഡിയോ. ഈവൻ നമുക്ക് വലിയൊരു ഗോൾ ഉണ്ട്, വലിയൊരു ഡ്രീം ഉണ്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ തോന്നില്ല. എപ്പോഴും ഒരു എക്സോസ്റ്റഡ് ഫീല്, അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുക. പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഇതെന്തിനാ പഠിക്കുന്നത്, ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ള തോട്ട്സൊക്കെ നമ്മുടെ ഉള്ളിൽ വരാറില്ലേ? എനിക്ക് വന്നിട്ടുണ്ട്. ഞാനൊക്കെ നീറ്റ് ആസ്പിരൻ്റ് ആയിരുന്ന സമയത്ത്, 2 വർഷം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നിട്ട്, ആ സമയത്തൊക്കെ എനിക്ക് നല്ല ഗോൾ ഉണ്ട്. ഓക്കെ, എനിക്ക് ഡോക്ടർ ആവണം, നല്ലൊരു മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ. പക്ഷെ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇതെനിക്ക് കിട്ടുമോ, ഇനിയിപ്പോൾ പഠിച്ചാൽ കിട്ടുമോ, ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അങ്ങനത്തെ ഒരു തോട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും വരുന്നതായിരിക്കില്ലേ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇതിനു വേണ്ടി പഠിക്കാൻ വേണ്ടി ഇറങ്ങി, ഇനി പഠിക്കാനുള്ള കുറച്ച് സമയം ബാക്കിയുള്ളൂ. ആ സമയം നിങ്ങൾ ഇത് ആലോചിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാനിത് മാറ്റിയെടുത്തു. എൻ്റെ സ്കോർ 650 ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 4000 വന്നു, കേരള റാങ്ക് 300 റേഞ്ചിൽ വന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്താൻ കാരണം എൻ്റെ ബേൺ ഔട്ട് ഞാൻ മാറ്റിയെടുക്കാൻ ചെയ്തത്. ഐ ഓവർകം ദ ബേൺ ഔട്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ കുറച്ച് ടിപ്പുകളാണ് നമുക്ക് എപ്പോഴും ഒരു എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുമ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയം, ഒരു പക്ഷേ നിങ്ങൾ 10 മണിക്കൂർ പഠിക്കുന്ന ആൾക്കാരായിരിക്കും, 20 മണിക്കൂർ പഠിക്കുന്നതായിരിക്കും. 20 മണിക്കൂർ പഠിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല അല്ലേ? നമ്മൾ ചില വീഡിയോസ് കാണുമ്പോൾ പറയും ഐ ലേൺ 16 hours എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ ഒരു എഫക്റ്റീവ് സ്റ്റഡി എന്ന നിലയ്ക്ക് നിങ്ങൾ ഒരു 5 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ യു ആർ സാറ്റിസ്ഫൈഡ്. ലൈക്ക് നിങ്ങൾ അത് ചെയ്യുന്നതിന് കാര്യമുണ്ട്. അപ്പോൾ ഒരു 5 മണിക്കൂറാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് വെച്ചോ. ഈ 5 ഓക്കെ, ഒരു 6 മണിക്കൂർ നമുക്ക് എടുക്കാം. ഈ 6 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നത് വെച്ചാൽ അതിനിടയ്ക്ക് ഷോർട്ട് ബ്രേക്സ് എടുക്കാൻ വേണ്ടി നോക്കാം. പൊമഡോറോ സിസ്റ്റം എന്നല്ല, പൊമഡോറോ മെത്തേഡ് അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു അരമണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 minutes നിങ്ങൾ ബ്രേക്ക് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഒരു അരമണിക്കൂർ പഠിക്കുക, അതിനൊരു 5 minutes ബ്രേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അരമണിക്കൂർ നിങ്ങൾ ആ വെച്ച ടൈമിംഗ് ഇല്ലേ, അത് നിങ്ങൾ നല്ല എഫക്റ്റീവായിട്ട് പഠിക്കാൻ നോക്കും. ഞാൻ അങ്ങനെ ചെയ്തത്. മീൻസ് നമുക്കൊരു എക്സോസ്റ്റഡ് ഫീൽ വരുന്ന സമയത്ത് ആ ഒരു ഷോർട്ട് ബ്രേക്സ് എടുക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് പോയിട്ട് കോഫി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ ആ പഠിക്കുന്ന ഒരു കാര്യം പ്രൊഡക്റ്റീവായിട്ട് തോന്നും. Whenever you study, set realistic goals. നിങ്ങൾ സെറ്റ് ചെയ്യുന്നൊരു ഗോൾ കുഞ്ഞാണെങ്കിൽ പോലും അത് അച്ചീവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. ഇപ്പം നിങ്ങൾ പഠിക്കാനിരിക്കുന്നുണ്ടാവും, ഒരു പക്ഷേ നിങ്ങളൊരു 2-3-4 ചാപ്റ്റർ, ഇപ്പോൾ 4 ചാപ്റ്ററൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടാവും ഇന്ന് ഞാൻ 4 ചാപ്റ്റർ തീർക്കും എന്നൊക്കെ ഉള്ളത്. നിങ്ങളത് തീർക്കുന്നുണ്ടാവില്ല. നെക്സ്റ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് അത് ഓക്കെ, ഈ 4 ചാപ്റ്റർ ഞാൻ തീർത്തിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇതൊക്കെ ബാക്ക്ലോഗ് ആവാണ് ചെയ്യുന്നത്. പക്ഷേ അതിന് പകരം നിങ്ങൾ ഒരു ഡേ 2 ചാപ്റ്റർ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ 2 ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, യു വിൽ ബി സാറ്റിസ്ഫൈഡ്. നിങ്ങൾ അത് ചെയ്ത കാര്യം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് അത് ക്രോസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നല്ലൊരു സന്തോഷം കിട്ടും. സോ സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. സ്മോൾ ആണെങ്കിൽ പോലും, ചെറുതാണെങ്കിൽ പോലും അത് അച്ചീവ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് തോന്നും. നിങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് മാർക്ക് കയറുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ എപ്പോഴും നോക്കുക, നിങ്ങൾ വലിയ ചാപ്റ്റേഴ്സ്, കുറേ ചാപ്റ്റേഴ്സ് ഒരു ദിവസം തീർക്കുന്നതല്ല കാര്യം. തീർക്കുന്ന കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് നോക്കുക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇപ്പോൾ ഒരു ചാപ്റ്ററിന് 50 questions മിനിമം ചെയ്യുക. നിങ്ങൾ 200-300 question ഒന്നും ഡെയിലി ചെയ്യണമെന്നില്ല. മിനിമം 50 ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട്, നിങ്ങളുടെ ഒരു സ്പീഡ് അനുസരിച്ച് നിങ്ങൾക്ക് ടൈം കൂട്ടാവുന്നതാണ്, അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസും കൂട്ടാവുന്നതാണ്. പക്ഷേ നിങ്ങളൊരു പഠിക്കാനിരിക്കുന്ന സമയത്ത് ഒരു ചാപ്റ്റർ, 2 ചാപ്റ്റർ, അല്ലെങ്കിൽ അതിൻ്റെ റിവിഷൻ എന്ന നിലയ്ക്ക് കുഞ്ഞു ഗോൾ സെറ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. ഇതൊക്കെ നമ്മുടെ ബേൺ ഔട്ടിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും, മീൻസ് ബേൺ ഔട്ട് എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതൊക്കെ ഹെൽപ്പ് ചെയ്യും. വേറെ എന്താ പറയുക, നമ്മളിപ്പോഴും പഠിക്കാനിരിക്കുന്ന സമയത്ത് ഒരേ സ്ഥലത്തിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ബോറടിക്കാറില്ലേ? നിങ്ങളൊരു റൂമിലാണ് ഇരിക്കുന്നത്, ഒരു ഔട്ട്സൈഡ് എൻവയൺമെൻറ്റ് ഒന്നൊരു ഇതില്ല, എക്സ്പോഷർ ഇല്ല. അപ്പോൾ നിങ്ങളിങ്ങനെ പഠിക്കാനിരുന്നു, കുറേ നേരം അവിടെ തന്നെ ഇരുന്ന് പഠിക്കുന്ന ടൈമിൽ നമുക്ക് ക്ഷീണം ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ബോറടിക്കാൻ തുടങ്ങും. നമുക്ക് ആ ഒരു സ്ഥലം മൊത്തം കണ്ട് മടുക്കാൻ തുടങ്ങും. നിങ്ങൾ കുറച്ച് നേരം ഇവിടെ പഠിക്കാനിരിക്കുകയാണെങ്കിൽ കുറച്ച് അടുത്ത ചാപ്റ്ററോ അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്ക് നിങ്ങൾ വേറെ സ്ഥലത്ത് പോയിരുന്ന് പഠിക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കൊരു ഫ്രഷ് ഫീൽ കിട്ടും. നിങ്ങൾ ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞ് അപ്പുറത്ത് പോയിരുന്ന് പഠിക്കുമ്പോൾ ആ ഇരിക്കുന്ന സ്ഥലം, നിങ്ങൾ സ്ഥലം മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടി നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ന്യൂ ഫീൽ കിട്ടും, നിങ്ങൾ ഒന്നും കൂടെ ന്യൂ ഗോൾ സെറ്റ് ചെയ്തു എന്നുള്ളൊരു ഫീൽ കിട്ടും. അപ്പോൾ എപ്പോഴും നോക്കുക, പഠിക്കാനിരിക്കുന്ന സമയത്ത് ഒരേ സ്ഥലത്തിരുന്ന് കുറേ നേരം പഠിക്കാതെ ഒന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ നോക്കുക. അല്ലാതെ ഇങ്ങനെ കുറേ ആൾക്കാരുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ സംസാരിക്കുന്ന സ്ഥലങ്ങളോ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളൊന്നും നോക്കരുത്. അവിടെ ഇരിക്കുന്ന
പഠിക്കുന്ന ടൈമിൽ നമ്മളിപ്പോഴും ഡിസ്ട്രാക്ട് ആയി പോവുകയാണ് ചെയ്യുക. പക്ഷെ നിങ്ങൾ ഇരിക്കുന്ന ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിളിൽ നിന്ന് മാറി ജസ്റ്റ് ഒന്ന് സോഫമിലേക്കോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലേക്കോ ഒന്ന് മാറി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. നീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടയറിങ് പ്രോസസ്സ് തന്നെയാണ്. ഒരു 6-7 മാസം നിങ്ങൾ ഈ പഠിത്തത്തിൻ്റെ ബാക്കിൽ തന്നെ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ +2 പഠിച്ച സാധനങ്ങൾ തന്നെ വീണ്ടും പഠിക്കുന്നു, റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ റിപ്പീറ്റ് പഠിച്ച സാധനങ്ങൾ തന്നെ വീണ്ടും പഠിക്കുന്നു. ഇതിങ്ങനെ നമുക്ക് ബോറടിച്ചുകൊണ്ടിരിക്കും. നമ്മളെ മെൻ്റലി തന്നെ എക്സോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിന് കൂടെ തന്നെ ഫിസിക്കൽ ഹെൽത്തും നമ്മൾ നോക്കണ്ടേ. എപ്പോഴും നിങ്ങൾ അതിൻ്റെ കൂടെ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ബാഡ്മിൻ്റൺ കളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ഒന്നെങ്കിൽ ബാഡ്മിൻ്റൺ പോയി കളിക്കും. ഇത് രാവിലെ എന്ന് പറഞ്ഞാൽ റിവിഷനുള്ളൊരു സമയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാഡ്മിൻ്റൺ പോയി കളിക്കും, അല്ലെങ്കിൽ വൈകുന്നേരം ബാഡ്മിൻ്റൺ കളിക്കും. അപ്പോൾ ആ ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയും കൂടി നിങ്ങളുടെ റുട്ടീനിൽ കൂട്ടാൻ നോക്കാം. നിങ്ങളൊരു സ്കെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്പോർട്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, ഇവൻ യോഗ ആവട്ടെ അല്ലെങ്കിൽ സൂംബ ഡാൻസ് കളിക്കുന്നുണ്ടാവും അത് ഉണ്ടാവട്ടെ, എക്സസൈസ് ആയിക്കോട്ടെ, ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ അത്, നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫിസിക്കൽ ഹെൽത്ത് നോക്കാൻ പറ്റും. ഇത് നമ്മുടെ ഹോർമോൺസിനൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നമുക്ക് നല്ല പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീലിംഗും തരും. നിങ്ങൾക്ക് ചുറ്റും കിട്ടുന്ന മോട്ടിവേഷനും ഞാനിപ്പോൾ പറയുന്ന മോട്ടിവേഷനൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിൽക്കാൻ പോകുന്നത് മാക്സിമം ഒരു ഡേയാ. പക്ഷെ സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ നോക്കിയൊക്കെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, സെൽഫ് മോട്ടിവേറ്റഡ് ആവാം. നിങ്ങൾ സെറ്റ് ചെയ്തൊരു ഗോൾ നിങ്ങൾക്ക് തന്നെ നേടിയെടുക്കാൻ പറ്റുന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾ ഉള്ളിൽ വരുത്താൻ നോക്കുക. എന്നാണോ നിങ്ങളെ സ്വന്തം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പോകുന്നത്, അന്ന് നിങ്ങൾ സക്സസ്ഫുൾ ആവും. അപ്പോൾ എപ്പോഴും നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ നോക്കുക. നിങ്ങളെല്ലാവരും നല്ല സ്റ്റുഡൻസ് ആണ്, നല്ലോണം പഠിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. നിങ്ങൾ സ്വന്തം മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു എക്സോസ്റ്റഡ് ഫേസ് അല്ലെങ്കിൽ ബേൺ ഔട്ടിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ നീറ്റിന് പഠിക്കുന്ന സ്റ്റുഡൻസിനോട് സംസാരിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം എന്താ അറിയോ, ഒരു എക്സാം എഴുതുന്നുണ്ടാവും, അതിൽ നല്ല സ്കോർ ഉണ്ട്, പക്ഷെ നെക്സ്റ്റ് എക്സാം എഴുതുമ്പോൾ സ്കോർ കുറഞ്ഞു, റാങ്ക് കുറയാൻ തുടങ്ങി. അപ്പോൾ എന്താ ചെയ്യാന്ന് നോക്കാം. സങ്കടാവൂലേ? സത്യമായിട്ട് എനിക്ക് സങ്കടം കേട്ടോ. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ചില എക്സാമിന് എനിക്ക് 600 എബോ മാർക്ക് ഉണ്ടായിട്ട് ഒരു എക്സാമിന് എനിക്ക് 550 റേഞ്ചിൽ വന്നപ്പോൾ എനിക്ക് വിഷമായിട്ടുണ്ട്, നല്ല വിഷമായിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യാന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ടോക്ക് ടു യുവർ ഫ്രണ്ട്സ് ഓർ ഫാമിലി. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട്, നമുക്ക് പേഴ്സണലി നമ്മൾ ക്ലോസ് ആയിട്ട് വെക്കുന്ന ആൾക്കാരോട് സംസാരിക്കുക. എല്ലാവരെയും ഫോൺ വിളിച്ച് സംസാരിക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്കൊരു ക്ലോസ് കോണ്ടാക്റ്റുള്ള ആൾക്കാർ വിളിച്ച് സംസാരിക്കുക. ഉമ്മയാവട്ടെ, ഉപ്പയാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ, ആരോടാണോ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആരാൾ, അവരോട് ജസ്റ്റ് സംസാരിച്ച് ഇങ്ങനെ സംഭവമൊക്കെ പറയാം, ഇങ്ങനെ മാർക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ അവരും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. പക്ഷെ അതിന് പകരം നിങ്ങളെ ചുറ്റും പഠിക്കാനിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിലാണെങ്കിൽ നീറ്റിന് ചുറ്റും പഠിക്കാനിരിക്കുന്ന ആൾക്കാരോട് പോയി പറയാം എനിക്ക് മാർക്ക് കുറഞ്ഞടാ. അപ്പം അപ്പുറത്തെ ആൾ പറയും എനിക്ക് മാർക്ക് കുറഞ്ഞടാ. അപ്പം നമുക്ക് കിട്ടുമോ അല്ലേ. നിങ്ങൾ അങ്ങോട്ട് നെഗറ്റിവിറ്റി കൊടുക്കുക, അവർ ഇങ്ങോട്ട് നെഗറ്റിവിറ്റി തരാം. ആ ഒരു സംഭവം വേണ്ട. മീൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, നീറ്റ് റിലേറ്റഡ് അല്ലാത്ത ആൾക്കാരോട് പറയുന്ന സമയത്ത് ഒരു പക്ഷേ അവർക്ക് നീറ്റിൻ്റെ സീരിയസ്നെസ് ഒന്നും അറിയുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങൾക്കൊരു കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് തരാനും അവർക്ക് കഴിയും. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഡൗൺ ആവുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ അവരോട് സംസാരിക്കുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് സങ്കടമായിട്ട് ഇരിക്കുന്ന ദിവസം ഉണ്ടാവില്ല, അന്നൊന്ന് ജസ്റ്റ് വേഗം പോയി ഉറങ്ങാൻ നോക്കുക. നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ നമുക്കൊന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടും. അപ്പോൾ ഒന്ന് വേഗം ഉറങ്ങാൻ നോക്കുക, ഓവർ തിങ്ക് ചെയ്യാതെ നോക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടാവും ഓവർ തിങ്ക് ചെയ്യാതെ നോക്കണമെന്ന്, പക്ഷെ അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാനും ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നമുക്കറിയാം ഒരു നീറ്റ് എന്നുള്ളൊരു കാര്യം വലിയ സംഭവം ഒന്നല്ല, പക്ഷെ അത് ക്രാക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് MBBS പഠിക്കാനുള്ള ഒരു ചാൻസ് കിട്ടും. MBBSൽ എത്രയും സ്ട്രെസ്ഫുൾ ലൈഫാണ്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സ് നിങ്ങൾക്ക് നീറ്റ് ലൈഫിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, താങ്ങാൻ പറ്റുന്നുണ്ടോ, അങ്ങനത്തെ ആൾക്കാരാണ് ഈ നീറ്റ് ക്രാക്ക് ചെയ്യുന്നത്. നിങ്ങൾ സ്വന്തം നോക്കാം, ഓക്കെ ഈ സ്ട്രെസ് എനിക്ക് താങ്ങാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ ക്വാളിഫൈ ആവാൻ പോകുന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് എന്തായാലും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. നീറ്റ് ഇസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് യുവർ ജേർണി. നിങ്ങളുടെ ലൈഫിൽ ചെറിയൊരു ഭാഗമാണ്, അത് കഴിഞ്ഞിട്ട് ഇനിയും നമുക്ക് മുന്നോട്ട് കുറേ സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു നീറ്റ് മാത്രം നിങ്ങൾ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ നോക്കുക. അതിനുള്ള ലൈഫിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, അത് ഫോളോ ചെയ്ത് പോകാൻ നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങളൊന്ന് മാനേജ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, നിങ്ങളുടെ ബേൺ ഔട്ടൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ കമൻസിൽ പറയാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് നമുക്ക് റിപ്ലൈ തരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസിന് DNA ലേണിംഗിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പറയാലോ, നീറ്റ് വെറും നിങ്ങളുടെ ഒരു ലൈഫിന് ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇനി നിങ്ങൾക്ക് കുറേ മുന്നോട്ട് പോകാണ്ട്. നിങ്ങളെല്ലാവരും അടിപൊളി കുട്ടികളാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ബൈ.